ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു മീൻപുളി വെച്ചാലോ? അതിനായിട്ട് നമ്മുടെ കറച്ചട്ടി നന്നായിട്ട് ചൂടായി അതിലോട്ട് എണ്ണ ഒഴിച്ച് അതിന് ശേഷം ഉലുവയും കടുകും ഒക്കെ ഇട്ട് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം ചെറിയ ഉള്ളി ഇടുക. അത് നല്ലപോലെ വഴറ്റി ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർക്കുക. പച്ചമുളകും കൂടെ ചതച്ച് ചേർത്ത് നന്നായിട്ട് വഴട്ടിയെടുക്കുക. നല്ലപോലെ വരണ്ട് മൊരിഞ്ഞ് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് ഇളക്കിയതിന് ശേഷം സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ വഴട്ടിയെടുക്കുക. നല്ല വഴണ്ട് വന്നതിന് ശേഷം നമുക്കതിൽ മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരെ അളവിനനുസരിച്ച് ചേർക്കുക. ഈ പൊടികളുടെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ട് നമ്മൾ ഇളക്കി അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ശേഷം നമ്മുടെ തക്കാളി അരച്ച് ചേർക്കുക. അത് നല്ലൊരു കുഴമ്പ് പരുവത്തിന് നമുക്ക് കറി കിട്ടാൻ വേണ്ടിയാണ് അത് ചേർക്കുന്നത്. അത് നല്ലപോലെ ആ പച്ചമണം ആ ഒരു ഇതൊക്കെ അങ്ങ് മാറി തിളച്ച് വരും. അപ്പം നമുക്ക് ശകലൊരു ഉപ്പ് അരപ്പിൽ പിടിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. അതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പുളി ചേർക്കുക. പുളിവെള്ളം നിങ്ങൾക്ക് ഏത് പുളിയാണോ ഏതോ ഉള്ളത് ആ പുളി ചേർക്കുക. ഞാനിവിടെ വാളം പുളിയാണ് ചേർത്തിരിക്കുന്നത്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം ചൂട് വെള്ളം വേണം ഇതിൽ ചേർത്ത് കൊടുക്കാനുള്ളത്. നല്ല തിളപ്പിച്ച വെള്ളം. ആ തിളപ്പിച്ച വെള്ളം വീത്തി നന്നായിട്ട് യോജിപ്പിച്ച് അടച്ച് വയ്ക്കുക. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ആ രീതിയിൽ തവിയിടരുത്, കാരണം തവിയിട്ടാൽ പൊടിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് വറ്റിച്ച് നിങ്ങൾക്ക് എത്ര ചാറ് വേണോ അതനുസരിച്ച് വറ്റിച്ച് എടുക്കുക. അപ്പോൾ നല്ലൊരു മീൻ പുളി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. മീനിൽ തവിയിടാൻ നോക്കരുത്, തവിയിട്ടാൽ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ. ഓക്കെ, സി യു.